രണ്ടാമത്തെ മകനോട് ചോദിക്കും, ചെറുക്ക ഇജിന്ന് എവിടേക്കേ പോയിന്ന് ചോദിക്കും. അപ്പൊ രണ്ടാമത്തെ മോൻ പറയും, ഞാൻ ആ കൊളത്തൂരുള്ള സാലിം പൈസി എന്ന് പറഞ്ഞ ഒരാള് ഇന്നാ വെട്ടിച്ചിറ പള്ളിയിൽ ഞമ്മളെ പറ്റിയിട്ടായിരുന്നു മൂപ്പരെ വയറ്. മൂപ്പരെ ഞാൻ രാവിലെ തന്നെ ഒപ്പം കൂടിയിട്ട് സ്വീപ്പാക്കി എന്ന് പറയുമ്പോൾ ചെയ്ത്താൻ പറയത്തരേ അതുകൊണ്ടൊന്നും കാര്യമില്ല, ഓനവിടെ പറഞ്ഞോട്ടെ നമ്മളെ പറ്റിയിട്ട്. കാരണം ചെയ്ത്താൻ്റെ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ് എന്നുള്ളതാണ്. ലോകത്ത് ആർക്കും കുറ്റം പറഞ്ഞത് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസിന് മാത്രം കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ്. കുറ്റം ഇങ്ങനെ പറയുമ്പോൾ പറയടാ എന്നെ പറ്റിയിട്ടല്ല, അങ്ങനെ പറയും, കുറച്ചുകൂടി മാറ്റർ വേണമെങ്കിൽ ഞാൻ തരാം കൂടിയും കൂട്ടി പറഞ്ഞു എന്ന് പറയുന്നുള്ളതാണ്. മൂന്നാമത്തോനോട് ചോദിക്കും, ചെറുക്ക ഇജ്ജെന്ന് എവിടേക്ക് പോയിന്ന്. അപ്പൊ മൂന്നാമത്തോൻ പറയും, പാപ്പ ഞാൻ നല്ല നിലക്ക് ജീവിക്കണ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. രാവിലെ ഓലെടുത്താണ്ട് ചെന്നിട്ട് ഓലോട് ഇങ്ങനെ കുസുകുസു പറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരു മൂന്നും പിരിച്ചിങ്ങാണ്ട് പെരേക്കാണ് കൊണ്ടാക്കിന്ന് പറയുമ്പോൾ കസാലേന്ന് ഇവിടെ നീച്ചിട്ട് കയ്യൊടുത്തിട്ട് വാപ്പ പറയുന്നതാണ്, ബാപ്പാന്റെ മക്കളാവുമ്പോ അങ്ങനെ വേണമെന്ന്. ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കൊളന്നോണ്ടലാണ്. കുടുംബം കുളം തോണ്ടാൻ വേണ്ടി ശൈത്താൻ സജീവമായി പ്രവർത്തിക്കുന്നത് വാപ്പ മുതലല്ല, വല്ലിപ്പ മുതലാണ്. കുടുംബം പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് വാപ്പ മുതലല്ല, വല്ലിപ്പ മുതലാണ്. എന്തേ മാത്തുക്കളുടെ ഒക്കെ പേര് വല്ലിപ്പാരിലേക്ക് ചേർത്തത്? ഷാഫി ഇമാമിന്റെ പേര് ഷാഫി എന്നല്ലല്ലോ, ഷാഫി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഷാഫി ഇമാമിന്റെ വാപ്പാന്റെ പേര് ഇദ്രീസ് എന്നാണ്. ഷാഫി പിന്നാര വല്ലിപ്പേണ്, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ്. മഹത്തുക്കളൊക്കെ വല്ലിപ്പാരിലേക്ക് ചേർത്തിട്ടുണ്ട്. ബുഖാരി ഇമാമിന്റെ പേര് ബുഖാരി എന്നല്ലല്ലോ, മുഹമ്മദ് എന്നാണ്. വാപ്പാന്റെ പേര് ഇസ്മായിൽ എന്നാണ്, മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി എന്നാണ്. എന്തേ ഓലൊക്കെ വല്ലിപ്പാരിലേക്ക് ചേർത്തത്? വല്ലിപ്പ മുതൽ പരിശ്രമം തുടങ്ങും ഒരു കുടുംബം കുളം തോങ്ങാൻ വേണ്ടി പിശാച് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുട്ടികൾ നന്നാവാൻ വല്ലിപ്പ മുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്, വാപ്പ മുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. ആ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കൾ നന്നായി തീരുക എന്നുള്ളത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം സാക്ഷാത്കൃതമാവണമെങ്കിൽ നമ്മൾ ചില അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കണം. അങ്ങനെ ആ പുതിയ തലമുറ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നാളത്തെ തലമുറ പരിശുദ്ധമായ ദീനിൽ ഏറ്റവും മെച്ചപ്പെട്ട വിഭാഗമായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.